അസ്സലാമു റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണ്. അതുപോലെ ധാരാളമായി തണ്ണിമത്തനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമുക്കിന്ന് തണ്ണിമത്തൻ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ 2 ടീസ്പൂൺ കസ്കസ് അഥവാ സബ്ജ സീഡ്സ് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും മാത്രമല്ല ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ സബ്ജ സീഡ്സ്. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ മാറ്റിയിട്ട് ഞാൻ തണ്ണിമത്തൻ ചെറുതായി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ജ്യൂസ് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അരിയൊക്കെ മാറ്റിയിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് തണ്ണിമത്തൻ്റെ പീസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പോടുകൂടി തന്നെ അങ്ങ് കുടിക്കാം. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിരേകുന്ന ഈ തണ്ണിമത്തൻ ജ്യൂസ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.